മനുഷ്യത്വത്തിന് അതിന്റെ പരിധിയുണ്ട്, അതെല്ലാവർക്കും അറിയാം. പക്ഷേ ക്രൂരത എത്ര ദൂരത്തിൽ വരെ പോകുമെന്ന് ആരും ശരിക്കും അറിയില്ല. ലോകത്തിലെ പല ഭാഗങ്ങളിലും ക്രൂരതയുടെ പല രൂപങ്ങൾ തുടർച്ചയായി പുറത്തു വരികയാണ്. ഓരോ സംഭവവും മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഒരു പുതിയ അർത്ഥവും പുതിയ അതിരും സൃഷ്ടിക്കുന്നു. അങ്ങനെ ഒരു ഭീകര കഥയാണ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ നിന്നുണ്ടായത്. ആ സമയത്ത് പാകിസ്ഥാനിലെ പലരും കൊലപാതകയെ പിന്തുണച്ചിരുന്നു. അതായത് ഇര മരിക്കേണ്ടതായിരുന്നു എന്ന് തന്നെയായിരുന്നു അവരുടെ വാദം. പക്ഷേ ഇവിടെ ഉയരുന്ന ഒരു വലിയ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് എല്ലാവരും കൊലപാതകയെ പിന്തുണച്ചു? 44 വയസ്സുള്ള സന ബീബി അഹമ്മദ് പാകിസ്ഥാനിലെ കറാച്ചിയിൽ വളരെ ശാന്തമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ തന്റെ രണ്ടാം ഭർത്താവായ അഹമ്മദ് അബ്ബാസിനോടും മകൾ സോണിയോടും ചേർന്ന് ഒരു ചെറിയ വീട്ടിലായിരുന്നു താമസം. ജീവിക്കാനായി സനാബ് വീട്ടുജോലിക്കാരിയായി ജോലി ചെയ്തു. ദിവസം തോറും ഒരു വീട്ടിൽ നിന്നും മറ്റൊരു വീട്ടിലേക്ക് പോയി വൃത്തിയാക്കലും മറ്റു ജോലികളും ചെയ്ത് കുടുംബത്തെ പോറ്റി. പക്ഷേ സനാബിന്റെ ജീവിതം എല്ലായ്പ്പോഴും അത്ര എളുപ്പമായിരുന്നില്ല. അവളുടെ ആദ്യ ഭർത്താവ് ഏറെക്കാലമായി ഗുരുതരമായ രോഗാവസ്ഥയിലായിരുന്നു. അയാളുടെ മോശമായ ആരോഗ്യസ്ഥിതി കാരണം 1999 തന്നെ അയാൾ മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണത്തോടെ സനാബ് തന്റെ ചെറുപ്പമായ മകൾ സോണിയോടൊപ്പം ഒറ്റപ്പെട്ടു. സോണിയായിരുന്നു സനാബിന്റെ ആദ്യ വിവാഹത്തിൽ നിന്നുള്ള ഏക മകൾ. സോണിയ തന്നെയായിരുന്നു അവളുടെ ജീവിതം മുഴുവനും. വർഷങ്ങൾക്ക് ശേഷം 2006 സനാബ് വീണ്ടും വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. അവൾ വിവാഹം ചെയ്തത് അഹമ്മദ് അബ്ബാസ് എന്നയാളെ ആയിരുന്നു. അവളേക്കാൾ ഏകദേശം 10 വയസ്സ് ചെറുപ്പമുള്ള ഒരാൾ. അഹമ്മദ് ഈ സോണിയ പഠിച്ചിരുന്ന അതേ സ്കൂളിലെ അധ്യാപകനായിരുന്നു. ആ സമയത്ത് അഹമ്മദ് സോണിയോട് വളരെ അടുത്തു. ഒരു യഥാർത്ഥ അച്ഛനെ പോലെ അവൾക്ക് സ്നേഹവും കരുതലും നൽകി. സോണിയ വഴിയാണ് അഹമ്മദും സനാബും പരസ്പരം അടുത്തറിയാൻ തുടങ്ങിയത്. അഹമ്മദ് സനാബിനെ ബഹുമാനിക്കുകയും അവളുടെ മകളായ സോണിയ ഏറെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ അഹമ്മദ് സനാബിനോട് വിവാഹം കഴിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സനാബ് അധികമൊന്നും ആലോചിച്ചില്ല. ഈ ഒരു വിവാഹം കാരണം സോണിയയുടെ ജീവിതത്തിൽ സന്തോഷവും സ്ഥിരതയും കൊണ്ടുവരും എന്ന വിശ്വാസത്തോടുകൂടി അവൾ അത് സമ്മതിച്ചു. സനാബ് തന്റെ കുടുംബത്തിൽ തന്റെ രണ്ടാം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞു. കുടുംബം ഇവരുടെ തീരുമാനത്തെ മനസ്സിലാക്കുമെന്നാണ് കരുതിയത്. പക്ഷേ സംഭവിച്ചത് അതിന്റെ പൂർണ്ണ വിപരീതമായിരുന്നു. അവളുടെ കുടുംബം ഈ കുടുംബത്തെ ശക്തമായി എതിർത്തു. അവസാനം അവർ സനാബുമായുള്ള എല്ലാ ബന്ധവും പൂർണ്ണമായും വിച്ഛേദിച്ചു. അന്നു മുതൽ അവൾ സ്വന്തം കുടുംബത്തിന്റെ പിന്തുണയില്ലാതെ സപ്പോർട്ടൊന്നുമില്ലാതെ ഒറ്റയ്ക്കായി. അഹമ്മദ് അബ്ബാസിന്റെ ഭൂതകാലവും വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ്. രാജ്യത്തിനായി സേവനമനുഷ്ഠിച്ചിരുന്ന ഒരാൾ. എന്നാൽ ആ ജീവിതത്തിൽ അദ്ദേഹത്തിന് അത്ര സംതൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. കാലക്രമേണ അദ്ദേഹം സൈന്യത്തിൽ നിന്നും വിട്ടു. തന്റെ കുടുംബത്തെയും വീടിനെയും എല്ലാം ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറി. ഒരു പുതിയ ജീവിതം തുടങ്ങുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. വിവാഹ സമയത്ത് സനാബ് കരുതിയതും അത് തന്നെ. ഇനി തന്റെ ജീവിതം പൂർണ്ണമായി എന്നാണ്. മകൾക്ക് അച്ഛന്റെ സ്നേഹവും സംരക്ഷണവും ലഭിക്കുമെന്നായിരുന്നു അവളുടെ വിശ്വാസം. ഭാവി സമാധാനവും സുരക്ഷയും സന്തോഷവും ഒക്കെ നൽകും എന്നവൾ സ്വപ്നം കണ്ടു. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ലല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. സനാബിനും അത് തന്നെ ഇവിടെ സംഭവിച്ചു. ജീവിതം അതിവൈരാഗ്യമുള്ള ഒരു വഴിയിലേക്കായിരുന്നു തിരിഞ്ഞത്. സമാധാനത്തിന് പകരം സനാബും അഹമ്മദും തമ്മിൽ പ്രശ്നങ്ങൾ വളരാൻ തുടങ്ങി. അഹമ്മദ് മദ്യത്തിനടിമയായിരുന്നു. മദ്യപിച്ച് വീട്ടിലെത്തുമ്പോൾ അവൻ പൂർണ്ണമായും നിയന്ത്രണം നഷ്ടപ്പെടും. അവൻ സനാബിനെ മർദ്ദിക്കുകയും മകളെ പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. നോർമലായിരിക്കുമ്പോൾ അഹമ്മദ് ശാന്തനും സ്നേഹമുള്ളവനുമായി അഭിനയിച്ചു. പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞാൽ അവൻ പൂർണ്ണമായും മറ്റൊരാളായി മാറും. മദ്യം കഴിച്ച ശേഷം അഹമ്മദ് ഭീഷണിപ്പെടുത്താനും തുടങ്ങി. സനാബ് തന്റെ മകളെ അവനോടൊപ്പം കിടക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇരുവർക്കും ദോഷകരമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നവൻ ഭീഷണിപ്പെടുത്തി. ഈ വാക്കുകൾ സനാബിനെ വല്ലാതെ ഞെട്ടിക്കുകയും ഭീതിയിലാഴ്ത്തുകയും ചെയ്തു. എന്നാൽ അവൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നു. മകളെ ഏത് വില കൊടുത്തും സംരക്ഷിക്കണമെന്ന് അവൾ തീരുമാനിച്ചു.
ഒരു ദിവസം അഹമ്മദ് സനാബിന്റെ മുൻപിൽ ഒരു വിവാഹമോചന പത്രം വച്ചിട്ട് അതിൽ ഒപ്പിടാൻ ആവശ്യപ്പെട്ടു. അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. അവന്റെ മുഖത്ത് ഒരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല. എത്ര സമ്മർദ്ദം ചെലുത്തിയാലും സനാബ് ഒപ്പിടാൻ തയ്യാറായില്ല. അവൾക്ക് സത്യം അറിയാമായിരുന്നു. അതായത് അഹമ്മദ് അവളെ വിവാഹമോചനം ചെയ്ത ശേഷം സനാബിന്റെ മകളായ സോണിയയെ വിവാഹം കഴിക്കാനായിരുന്നു അവന്റെ പദ്ധതി. അതിനുശേഷം അവളെ ലൈംഗികമായി പീഡിപ്പിക്കാനായിരുന്നു അവന്റെ ഉദ്ദേശം. ഇങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. 2011 നവംബർ 24 സനാബ് താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിൽ താമസിച്ചിരുന്ന വീട്ടുടമയ്ക്ക് വളരെ ശക്തമായ അസഹനീയമായ ഒരു ദുർഗന്ധം അനുഭവപ്പെട്ടു. ആദ്യം എലി ചത്തതാകാം, അല്ലെങ്കിൽ ഭക്ഷണം കേടായതായിരിക്കും എന്നൊക്കെയായിരുന്നു അയാൾ കരുതിയത്. ആ ദുർഗന്ധത്തിന്റെ ഉറവിടം എവിടെയാണെന്ന് കണ്ടെത്താനായി അയാൾ തിരയാൻ തുടങ്ങി. തിരയുന്നതിനിടെ ആ ഒരു ഗന്ധം സനാബിന്റെ വീടിന്റെ വാതിലിനരികിലേക്കെത്തി. അവിടെ ആ ദുർഗന്ധം അത്യന്തം അസഹനീയമായിരുന്നു. വീട്ടുടമ ഉടൻ തന്നെ സനാബിന്റെ വീടിന്റെ വാതിൽ മുട്ടി. പലതവണ മുട്ടിയിട്ടും വാതിൽ തുറന്നില്ല. എന്നാൽ അകത്ത് TV പ്രവർത്തിക്കുന്നുണ്ട്, ഫാൻ പ്രവർത്തിക്കുന്നുണ്ട്, ഈ ശബ്ദമെല്ലാം കേൾക്കാം, ലൈറ്റും ഓൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടുടമയ്ക്ക് എന്തോ സംശയം തോന്നി. എന്നാൽ ഒരല്പസമയം കഴിഞ്ഞപ്പോൾ സനാബ് വാതിൽ തുറന്നു. ഈ വീട്ടുടമ ദുർഗന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ സനാബ് ഒന്നും അറിയില്ല എന്ന രീതിയിൽ മറുപടി നൽകി. എന്തുകൊണ്ടാണ് ഇത്ര വൈകി വാതിൽ തുറന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ബാത്റൂമിലായിരുന്നു എന്നാണ് മറുപടി നൽകിയത്. ആ സംഭാഷണത്തിനിടെ വീട്ടുടമയ്ക്ക് ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. സനാബിന്റെ മുഖം വിളറി വെളുത്തിരുന്നു. അവൾ ഭയന്നതുപോലെ അസ്വസ്ഥമായി തോന്നി. കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. കണ്ണുകളിൽ വ്യക്തമായ ഭയം കാണാമായിരുന്നു. അവൾ എന്തോ മറച്ചു വെക്കുന്നത് പോലെ തോന്നി. പോരാത്തതിന് ഉത്തരം നൽകി കഴിഞ്ഞ ഉടനെ സനാബ് ശബ്ദമില്ലാതെ വാതിലടച്ചു. പക്ഷേ വീട്ടുടമയ്ക്ക് അപ്പോഴും അവൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു വിശ്വാസവും വന്നില്ല. അവരുടെ മനസ്സ് എന്തോ അസ്വസ്ഥമായി തോന്നി. അതിനാൽ അദ്ദേഹം സമീപവാസികളായ അയൽവാസികളെ വിളിച്ച് താൻ കണ്ടതും അനുഭവിച്ചതും തന്റെ സംശയങ്ങളും എല്ലാം അവരോട് പറഞ്ഞു. ഈ വീട്ടുടമയുടെ വാക്കുകൾ കേട്ട ശേഷം എല്ലാ അയൽവാസികളും സമ്മതിച്ചു, ശരിയാണ്, ഇവിടെ എന്തോ ഒരു ഗുരുതരമായ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന്. തുടർന്ന് അവർ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. അല്പസമയത്തിനുള്ളിൽ തന്നെ പോലീസ് അവിടെ എത്തി. അവർ നേരെ സനാബിന്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തിയപ്പോൾ വാതിലിന് പുറത്തൊരു വലിയ പൂട്ട് കിടക്കുന്നതായിരുന്നു അവർ കണ്ടത്. ഒരു നിമിഷത്തേക്ക് ആ വീടിനകത്ത് ആരും കാണില്ല എന്നൊക്കെ അവർ കരുതി. പക്ഷേ ഉടൻ തന്നെ ഒരു അസാധാരണ കാര്യം അവർ ശ്രദ്ധിച്ചു. പൂട്ടിയിട്ട വീടിനുള്ളിൽ നിന്നും ടിവിയും ഫാൻ പ്രവർത്തിക്കുന്ന ശബ്ദവും ഒക്കെ കേൾക്കാമായിരുന്നു. അകത്തെ ലൈറ്റുകളെല്ലാം ഓണായിരുന്നു. ഇത് പോലീസിന്റെ സംശയം കൂടുതൽ ശക്തമാക്കി. ഉടൻ തന്നെ പോലീസ് ആ പൂട്ട് തകർത്ത് വീടിനുള്ളിലേക്ക് കയറി. അകത്ത് അവർ കണ്ട കാഴ്ച അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവർ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരവും ഭയാനകവും മനസ്സിനെ തകർക്കുന്നതുമായ കാഴ്ചയായിരുന്നു അത് എന്ന്. മുറിക്കുള്ളിൽ 22 വയസ്സുള്ള സഹീർ അഹമ്മദ് എന്ന യുവാവ് കട്ടിലിൽ കിടക്കുകയാണ്. കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് കാലുകൾ ക്രോസ് ചെയ്ത് അവൻ വളരെ ശാന്തമായി ഉറങ്ങുന്നത് പോലെ തോന്നി. പക്ഷെ ആ കട്ടിലിന് മുന്നിലെ നിലത്ത് ഒരു വലിയ ടിൻ ട്രങ്ക് ഉണ്ടായിരുന്നു. അതായത് പണ്ട് കാലത്ത് വസ്ത്രങ്ങളും വീട്ടിലെ ഉപകരണങ്ങളും ഒക്കെ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു തരത്തിലുള്ള പെട്ടി. പോലീസ് അത് തുറന്ന ഉടനെ അവർ ഭീതിയിലായി നിശ്ചലരായിപ്പോയി. അതിനകത്ത് അഹമ്മദ് എന്ന വ്യക്തിയുടെ വേർതിരിച്ച തല, കൈകൾ, കാലുകൾ എല്ലാം ഉണ്ടായിരുന്നു. അതേസമയം അടുക്കളയിൽ സനാബ് അവന്റെ ശരീരത്തിലെ നടുവിലെ ഭാഗങ്ങൾ മുറിക്കുന്നതിൽ തിരക്കിലായിരുന്നു. അവൾ ആ ഭാഗങ്ങൾ ഒരു വലിയ പാത്രത്തിൽ സാധാരണ ഭക്ഷണം പാകം ചെയ്യുന്നത് പോലെ വേവിക്കുകയായിരുന്നു. ഈ ഒരു കാഴ്ച കണ്ടതോടെ പോലീസ് ഉടൻ തന്നെ അവളെ നിയന്ത്രണത്തിലാക്കി. അവളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ ക്രൈം സീനിൽ വെച്ച് പോലീസ് സനാബിനോട് ചോദ്യം ചെയ്തു, നിന്റെ ഭർത്താവിനെ കൊന്നത് നീ തന്നെയാണോ എന്ന്. ഇപ്പോ സനാബ് നേരിട്ട് ഉത്തരം നൽകിയില്ല. അവൾ ശാന്തമായി പറഞ്ഞു, എന്നെ ആദ്യം നിങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക. അവിടെ എത്തിയാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകാം. എന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു, എവിടെ സംഭവിച്ചു, എല്ലാം സ്റ്റേഷനിലെത്തിയിട്ട് മാത്രം പറയാമെന്ന്. അതിനുശേഷം പോലീസുകാർ അവരെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. എന്ത് ചോദ്യം ചെയ്താലും സനാബിന്റെ മുഖത്ത് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ, ഒരു കുറ്റബോധം പശ്ചാത്താപവും ഇല്ലാതെ അവൾ ശാന്തമായി സംസാരിച്ചു. ഒടുവിൽ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, അതെ, ഞാൻ എൻ്റെ ഭർത്താവിനെ കൊന്നു. പിന്നീട് അവൾ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു. എങ്ങനെ അവനെ കൊന്നു, ശേഷം അവന്റെ ശരീരത്തോട് തങ്ങൾ എന്താണ് ചെയ്തത്,
എല്ലാം. കണ്ണുകളിൽ കണ്ണുനീർ ഒഴുക്കിക്കൊണ്ടായിരുന്നു സന പോലീസിനോട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അഹമ്മദ് തന്റെ മകളെ ദുഷ്ടമായ ഉദ്ദേശത്തോടെ നോക്കാൻ തുടങ്ങിയിരുന്നു. ഒരമ്മയ്ക്കും ഒരിക്കലും സഹിക്കാനാകാത്ത കാര്യമാണതെന്നും അവൾ പറഞ്ഞു. അഹമ്മദ് മദ്യപിച്ച് വീട്ടിൽ വന്നാൽ അവൻ പൂർണ്ണമായും മറ്റൊരു മനുഷ്യനായി മാറും. കാരണമില്ലാതെ അവളെയും മകളെയും മർദ്ദിക്കും. ഇരുവരും എപ്പോഴാണ് അവൻ വീണ്ടും നിയന്ത്രണം നഷ്ടപ്പെടുക എന്നറിയാതെ നിരന്തരം ഭീതിയിൽ കഴിയുകയായിരുന്നു. വിവാഹത്തിന്റെ ആദ്യകാലത്ത് അഹമ്മദ് സ്നേഹമുള്ള ഭർത്താവും ഒരു കരുതലുള്ള അച്ഛനുമായൊക്കെ പെരുമാറി. പക്ഷെ കഴിഞ്ഞ 5 വർഷത്തിനിടെ അവന്റെ സ്വഭാവം പൂർണ്ണമായും മാറി. അവൻ അവരെ മാനസികമായി പീഡിപ്പിച്ചു, പലതവണ ക്രൂരമായി മർദ്ദിച്ചു, അപമാനിച്ചു. മദ്യപിക്കാതിരിക്കുമ്പോൾ സാധാരണയാളെപ്പോലെയൊക്കെ അവൻ പെരുമാറും. പക്ഷേ മദ്യപിച്ചാൽ ആ വീട്ടിലെ സമാധാനം തകർന്നു പോകും, പൂർണ്ണ കലഹം സൃഷ്ടിക്കുകയും ചെയ്യും. അതിലും ഭീകരമായൊരു സത്യം സനാബ് പോലീസിനോട് വെളിപ്പെടുത്തി. അഹമ്മദ് വീണ്ടും വീണ്ടും വിവാഹമോചന പത്രത്തിൽ ഒപ്പിടാൻ തന്നെ ഭീഷണിപ്പെടുത്തി, സമ്മർദ്ദം ചെലുത്തി. അവൻ ആഗ്രഹിച്ചത് വേഗത്തിൽ ഡിവോഴ്സ് നേടി ശേഷം അവളുടെ മകളെ വിവാഹം കഴിച്ച് അവളുമായി ഒരു ശാരീരിക ബന്ധം പുലർത്തുക എന്നതായിരുന്നു. ഇത് കേട്ട പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. ഈ സംഭവത്തിന്റെ 2 ദിവസം മുൻപ് അവൾ ഒടുവിൽ ഡിവോഴ്സ് പത്രത്തിൽ ഒപ്പിട്ട ശേഷം ഈ അഹമ്മദിനോട് വീട് വിട്ട് ഇപ്പൊ തന്നെ ഇറങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. ഇനി എല്ലാം അവസാനിച്ചുവെന്നും പറഞ്ഞു. പക്ഷേ അഹമ്മദ് പോകാൻ തയ്യാറായില്ല. ഡിവോഴ്സ് കഴിഞ്ഞാലും താൻ അതേ വീട്ടിൽ തന്നെ താമസിക്കും എന്നായിരുന്നു പറഞ്ഞത്. ഒരിക്കലും നിങ്ങൾ രണ്ടുപേരെയും ഒറ്റയ്ക്ക് വിട്ടുപോകില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സനാബ് പറഞ്ഞു, ശരി, അങ്ങനെയാണെങ്കിൽ ഞാനും എൻ്റെ മകളും വീട് വിട്ടു പോകാമെന്ന്. ഇപ്പോഴാണ് അഹമ്മദ് വീണ്ടും ഭീഷണിപ്പെടുത്തിയത്. നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളെ കണ്ടെത്തും, നിങ്ങളെ കൊല്ലുമെന്ന്. തനിക്ക് ഒരു തോക്ക് കൊണ്ടുവരുവാനും അത് ഉപയോഗിക്കാനും അധിക സമയം വേണ്ട എന്ന് അവൻ വെളിപ്പെടുത്തി. സംഭവത്തിന് 1 ദിവസം മുൻപ് സനാബിന്റെ അനുവാദത്തോടെ സോണിയ തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയിരുന്നു. ഈ സമയത്തായിരുന്നു അഹമ്മദ് വീട്ടിലെത്തിയത്. വീട്ടിലാണെങ്കിൽ സോണിയ ഇല്ല. ഇപ്പൊ അഹമ്മദിന് വല്ലാതെ ദേഷ്യം വന്നു. സോണിയ മറ്റേതോ ചെറുക്കനോടൊപ്പം ഓടിപ്പോയി ഒളിച്ചോടി അവളുടെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ ആരോപിക്കാൻ തുടങ്ങി. സ്വഭാവത്തെക്കുറിച്ച് അത്യന്തം നിന്ദ്യമായ വാക്കുകൾ പറയാൻ തുടങ്ങി. ഇത് സനാബിനെ പൂർണ്ണമായും തകർത്തു. അവൾ ഉടൻ തന്നെ ബന്ധുക്കളെ വിളിച്ച് സോണിയെ തിരികെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഈ സനാബിന്റെ സഹോദരനായ 22 വയസ്സുള്ള സഹീർ സോണിയെ വീട്ടിലെത്തിച്ചപ്പോൾ അഹമ്മദിന് അതൊട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല. അവന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അവൻ സഹീറിനെയും സോണിയെയും അടിച്ചു. സനാബ് തടയാൻ ശ്രമിച്ചപ്പോൾ അവളെയും മർദ്ദിച്ചു. അതിനുശേഷം സോണി എവിടെയും പോകാതിരിക്കാൻ, അവൾ ചലിക്കാതിരിക്കാനായി അവളുടെ കാലിൽ ഇരുമ്പ് ചങ്ങല കൊണ്ട് കെട്ടി. പിന്നീട് അഹമ്മദ് സനാബിന് 2 ഗുളികകൾ നൽകി. ഒന്ന് ബ്രൂഫൻ, മറ്റൊന്ന് ചുവന്ന പേപ്പറിൽ പൊതിഞ്ഞ മറ്റൊരു മരുന്ന്. അത് വേദന കുറയ്ക്കുമെന്നായിരുന്നു അവൻ പറഞ്ഞത്. അതായത് അഹമ്മദ് അടിച്ച അടിയിൽ സഹീറിനും സനാബിനും ഒക്കെ അത്യന്തം പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവർ വേദനയിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സനാബിന് മനസ്സിലായി മറ്റൊരു വഴിയും ഇല്ല. തൻ്റെ മകളെ അഹമ്മദിൽ നിന്നും രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ താൻ എന്തെങ്കിലും ചെയ്യേണ്ടി വരും എന്നവൾ വിശ്വസിച്ചു. അവളുടെ ഏക ലക്ഷ്യം സോണിയയുടെ മാനവും ഭാവിയും സംരക്ഷിക്കുക എന്നതായിരുന്നു. അടുത്ത ദിവസം രാവിലെ സനാബ് സോണിയെ സുരക്ഷിതമാക്കാൻ ഒറ്റയ്ക്ക് അവൾ ഒരു വീട്ടിലേക്ക് അയച്ചു. അതിനുശേഷം അഹമ്മദ് തനിക്ക് നൽകിയ ആ മരുന്ന്, അതിൽ നിന്നും ഒരു 5 ഗുളികകൾ പൊടിച്ച് അവന് കൊടുത്ത ചായയിൽ പൊടിച്ചിട്ടു. അഹമ്മദ് ആ ചായ കുടിക്കുകയും ചെയ്തു. അപ്പൊ തന്നെ അവന് ബോധം നഷ്ടപ്പെട്ടു. ഇത് കണ്ടതോടെ സനാബ് ഉടൻ തന്നെ രാജബ് എന്ന വ്യക്തിയെ വിളിച്ചു. പിന്നീട് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സഹീർ നൽകിയ മൊഴിയിൽ നിന്നാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം കൂടെ പുറത്തു വന്നത്. ഈ സനാബിനും രാജബിനും ഇടയിൽ ഒരു ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. സനാബ് രാജബിനെ വിളിച്ചു പറഞ്ഞു, അഹമ്മദിനെ എൻ്റെ ജീവിതത്തിലും എൻ്റെ മകളുടെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യണം. അങ്ങനെ ഇരുവരും ചേർന്ന് അവനെ കൊല്ലാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കി. ഈ സംഭാഷണം സനാബിന്റെ അനിയനായ സഹീർ കേട്ടു. അഹമ്മദ് എങ്ങനെയെല്ലാം സനാബിനെയും മകളെയും മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള സത്യമെല്ലാം അറിഞ്ഞപ്പോൾ സഹീർ അവരെ സഹായിക്കാൻ സമ്മതിച്ചു. തുടർന്ന് രാജബ് സനാബിനോട് കയറും കൂടുതൽ ഉറക്ക ഗുളികകളും വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോകാൻ പറഞ്ഞു. ചായ കുടിച്ചതിന് ശേഷം പോലും അഹമ്മദിന് പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ടിരുന്നില്ല. അവൻ അല്പം ചലനം ഉണ്ടായിരുന്നു. അതിനാൽ അവനെ പൂർണ്ണമായും ബോധരഹിതനാക്കാനായി വീണ്ടും എക്സ്ട്രാ ഒരു 3 ഗുളികകൾ കൂടെ നൽകി. അപ്പോ അവൻ പൂർണ്ണമായും അനങ്ങാതായി. അതിനുശേഷം സനാബ് സോണിയെ ഒരിക്കൽ കെട്ടിയിടാൻ അഹമ്മദ് ഉപയോഗിച്ച അതേ ഇരുമ്പ് ചങ്ങല കൊണ്ട് അവനെ തന്നെ കെട്ടി. തുടർന്ന് രാജബും സഹീറും ചേർന്ന് അഹമ്മദിന്റെ കഴുത്തിൽ കയറ് കെട്ടി.
രണ്ടുപേരും 2 ദിശയിൽ നിന്നുകൊണ്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ശക്തമായി വലിച്ചു. ക്രമേണ അഹമ്മദിന്റെ ശ്വാസം നിലച്ചു. അവൻ ശ്വാസം മുട്ടി മരിച്ചു. അവർ അഹമ്മദിന്റെ മൃതദേഹം വീടിനുള്ളിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് നേരെ രാജബിന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം 2011 നവംബർ 25-ന് അവർ വീണ്ടും അതേ വീട്ടിലേക്ക് വന്നു. ഇപ്പോൾ അവരുടെ ലക്ഷ്യം വ്യക്തമായിരുന്നു. ആ മൃതദേഹം എങ്ങനെ മറയ്ക്കാം. ആദ്യം ഒരു വലിയ ബോക്സിൽ ആ ശരീരം വച്ചുകൊണ്ട് വണ്ടിയിൽ കൊണ്ടുപോയി എവിടെയെങ്കിലും ഉപേക്ഷിക്കാമെന്നായിരുന്നു രാജബ് നിർദ്ദേശിച്ചത്. പക്ഷേ സമീപത്തെ കടകളിൽ അതിനാവശ്യമായ വലിപ്പവും ശക്തവുമായ ബോക്സ് ഒന്നും കിട്ടിയില്ല. പലതവണ പരാജയപ്പെട്ടതിന് ശേഷം രാജബ് അതിലും ഭീകരമായ രണ്ടാമത്തെ ഒരു പദ്ധതി പറഞ്ഞു. ശരീരം കഷ്ണങ്ങളാക്കി വേവിച്ചു കളയാം എന്നായിരുന്നു അവന്റെ പദ്ധതി. സനാബ് ഒരു ചോദ്യവും ചോദിക്കാതെ അവന്റെ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചു. അവൾ ഒരു മാംസക്കത്തിയും വലിയ പാത്രങ്ങൾ, ഒരു പുതിയ ഗ്ലാസ് സ്റ്റവ് എല്ലാം വാങ്ങി. എല്ലാം തയ്യാറായതോടെ രാജബും സഹീറും ചേർന്ന് അഹമ്മദിന്റെ ശരീരം 62 കഷ്ണങ്ങളാക്കി. അടുക്കളയിലെ ഈ ദുർഗന്ധം മറയ്ക്കാൻ സനാബി മാംസത്തിൽ വെള്ളം, മഞ്ഞൾ, മസാലകൾ എന്നിവയെല്ലാം ചേർത്ത് വേവിച്ചു. അവരുടെ പദ്ധതി ഇതായിരുന്നു: മാംസം ഇളം നിറത്തിലാക്കി പാക്ക് ചെയ്ത് മലിനജലച്ചാലുകളിലേക്ക് എറിയുക. ആരെങ്കിലും ചോദിച്ചാൽ ചീത്തയായ പച്ചക്കറി എന്ന് പറയാം. ഇതായിരുന്നു അവരുടെ ഒരു പദ്ധതി. പക്ഷേ ശക്തമായ ദുർഗന്ധം കാരണം വീട്ടുടമ വന്നപ്പോൾ വീട്ടുടമയ്ക്ക് സംശയം തോന്നുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. ഇപ്പോ രാജബിന് വല്ലാതെ ഭയമായി. അവൻ പുറത്തു നിന്നും വാതിൽ പൂട്ടി. സനാബിനെയും സഹീറിനെയും അകത്ത് പൂട്ടിയിട്ടിട്ട് അവൻ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് എത്തിയപ്പോൾ സനാബ് ഒന്നും മറച്ചു വെച്ചില്ല. വേവിച്ച മാംസം സൂക്ഷിച്ചു വച്ചിരുന്ന സ്ഥലം അവൾ പോലീസിന് കാണിച്ചു കൊടുത്തു. ചോദ്യം ചെയ്യലിനിടെ സനാബ് പറഞ്ഞത് ഇതായിരുന്നു: അഹമ്മദ് വളരെ ക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. അവൻ പതിവായി മർദ്ദിക്കുമായിരുന്നു. അവൻ ഇതുവരെയും സോണിയെ ശാരീരികമായി പീഡിപ്പിച്ചിരുന്നില്ല. പക്ഷേ അവൻ ഏത് നിമിഷവും അത് ചെയ്യാം എന്ന് സനാബ് ഉറച്ച് വിശ്വസിച്ചിരുന്നു. മകൾ അപകടത്തിലാകുന്നതിന് മുൻപേ അവനെ കൊല്ലേണ്ടി വന്നു എന്നാണ് അവൾ പറഞ്ഞത്. എന്തുകൊണ്ട് നിങ്ങൾ അവനിൽ നിന്നും ഓടിപ്പോയില്ല? അവനെ ഉപേക്ഷിച്ച് മറ്റെവിടെയെങ്കിലും പോകാമല്ലോ എന്ന് പോലീസ് ചോദിച്ചപ്പോൾ സനാബ് വ്യക്തമായ ഒരു മറുപടി നൽകി. ഓടി രക്ഷപ്പെടൽ ഒരിക്കലും ഒരു യഥാർത്ഥ വഴിയല്ലായിരുന്നു എന്നായിരുന്നു അവൾ പറഞ്ഞത്. അഹമ്മദിന്റെ ഭീഷണിയിലായിരുന്നു അവർ എല്ലായ്പ്പോഴും ജീവിച്ചിരുന്നത്. അഹമ്മദിന്റെ ഭീഷണിയിലുണ്ടായ ഭീതിയിലായിരുന്നു രണ്ടുപേരും ജീവിച്ചിരുന്നത്. എവിടെ പോയാലും അവൻ അവരെ കണ്ടെത്തി തന്നെയും മകളെയും കൊല്ലുമെന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. അന്നവളുടെ മനസ്സിലേക്ക് വന്ന ഏക മാർഗം അവനെ കൊല്ലുക എന്നത് മാത്രമായിരുന്നു. ഇങ്ങനെ അവൾ വീണ്ടും വീണ്ടും പറഞ്ഞു. പുറമേ നോക്കുന്നവർക്ക് അവളുടെ തീരുമാനങ്ങളെ എളുപ്പത്തിൽ വിധിക്കാനാകും. പോലീസിനെ സമീപിക്കാമായിരുന്നു, ആരോടെങ്കിലും സഹായം ചോദിക്കാമായിരുന്നു എന്നൊക്കെ പലർക്കും പറയാം. പക്ഷേ ദീർഘകാലം ഈ ഹിംസയും പീഡനവും അനുഭവിച്ചവർക്ക് ഒരു പക്ഷേ യാഥാർത്ഥ്യം അറിയാം. ഇത്തരം ഇരകൾ നിരന്തരം ഭീഷണിപ്പെടുത്തപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ഭീതിയിൽ മുക്കിക്കളയപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ സഹായം തേടുക എന്ന ചിന്ത അവരുടെ മനസ്സിൽ ഒരിക്കൽ പോലും വരികയില്ല. അതാണ് സാധാരണ. സനാബിനെ വിധിക്കുന്നതിന് മുൻപ് അവൾ ദിവസേന ജീവിച്ചിരുന്ന അതിർത്തിയറ്റ ഭീതിയും സമ്മർദ്ദവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു കേസ് പാകിസ്ഥാൻ മുഴുവനും വലിയൊരു മാധ്യമ ശ്രദ്ധ നേടി. 2011 സംഭവിച്ച കേസ് ആയതിനാൽ ഇന്നത്തെ പോലെ ഓൺലൈനിൽ വിവരങ്ങളൊന്നും അന്ന് ലഭ്യമായിരുന്നില്ല. ഒടുവിൽ 2018 വന്ന റിപ്പോർട്ടിലാണ് സനാബിനും അവളുടെ അനിയനായ സഹീറിനും ജീവപര്യന്തം തടവ് ശിക്ഷ കോടതി വിധിച്ചു എന്നുള്ളത് വെളിപ്പെട്ടത്. പക്ഷേ രാജബ് അവൻ വാതിൽ പൂട്ടി ഓടി രക്ഷപ്പെട്ട അതേ ദിവസം തന്നെ അവൻ അപ്രത്യക്ഷനായി. ഇന്നുവരെയും അവനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല. ഈ കോടതി വിധിക്ക് ശേഷം സനാബും സഹീറും കോടതി വിധിയെ എതിർത്തുകൊണ്ട് പെറ്റീഷൻ കൊടുത്തു. അങ്ങനെ 4 വർഷങ്ങൾക്ക് ശേഷം 2022 കോടതി അപ്പീലിന്റെ ഒരു തീരുമാനം പ്രഖ്യാപിച്ചു. സനാബിനും സഹീറിനും നൽകിയ ജീവപര്യന്തം തടവ് കോടതി റദ്ദാക്കി. സിന്ധ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വുമർ സിയാൽ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: സനാബ് ചെയ്തത് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല. അതേസമയം അഹമ്മദ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതും കോടതി മനസ്സിലാക്കണം. അവൻ ദുശ്ശീലങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. സനാബ് തൻ്റെ മകളെക്കുറിച്ച് നിരന്തരം ഭീതിയിൽ അങ്ങനെ ജീവിച്ചിരുന്നു. ഈ ഭീതിയും മകളെ സംരക്ഷിക്കണം എന്ന ആവശ്യവുമാണ് അവളെ ഒരു കൊലപാതകത്തിലേക്ക് തള്ളിവിട്ടത് എന്നും ജഡ്ജി പറഞ്ഞു. വർഷങ്ങളോളം അനുഭവിച്ച ക്രൂരതയും പീഡനവും ഈ ഭീകരമായ പ്രവൃത്തിയിലേക്ക് അവളെ നയിച്ചു. ഈ അതീവ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് കോടതി സനാബിനും സഹീറിനും നൽകിയ ജീവപര്യന്തം തടവ് റദ്ദാക്കിയത്. സഹീറിനെതിരെ കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. അവനെതിരെ ചുമത്തിയ കുറ്റം ശരീരം കഷ്ണങ്ങളാക്കിയതുമായി ബന്ധപ്പെട്ടതായിരുന്നു. സനാബും സഹീറും ഇതിനകം
11 നീണ്ട വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞു. അമ്മയേക്കാൾ വലിയ പോരാളി ഇല്ല എന്ന ഡയലോഗ്സ് ഒക്കെ നമ്മൾ സിനിമയിൽ കേൾക്കാറുണ്ട്. പക്ഷേ ശരിക്കും അത് ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒരമ്മ തൻ്റെ മകളെ രക്ഷിക്കാൻ അല്ലെങ്കിൽ തൻ്റെ മക്കളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകും. ഒരു കൊലപാതകമായാൽ പോലും അത് വളരെ നിസ്സാരമായി തന്നെ ചെയ്യും. ചോദിച്ചാൽ എൻ്റെ മകളെ രക്ഷിക്കാൻ ഞാൻ എന്തും ചെയ്യും എന്നായിരിക്കും ആ അമ്മയുടെ മറുപടി. ശരിയാണ്, മക്കളെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടായാലും, മക്കളെ കൊന്നിട്ടായാലും സ്വന്തം ആഗ്രഹങ്ങൾ നേടിയെടുക്കുന്ന മാതാപിതാക്കളുമുണ്ട്. എല്ലാം നമ്മുടെ സമൂഹത്തിൽ തന്നെയാണ്. എന്തായാലും ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റിൽ അത് പറയാം. ഇതുവരെയും ലൈക്ക് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും കമൻസും സബ്സ്ക്രിപ്ഷനുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാൻ സഹായിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.